ഇനി ഓണക്കാഴ്ചകളിലേക്കാണ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചിയിലെ ഓണച്ചന്തകൾ. ഉത്രാടപ്പാച്ചിൽ എത്തും മുൻപേ ബ്രോഡ്വേയിൽ സാധനങ്ങൾ വാങ്ങിക്കാനെത്തുന്നത് നിരവധി പേരാണ്. വിജിത തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ ഒരു പൊന്നിൻ തിരുവോണം കൂടി ഇങ്ങ് എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഓരോ ജില്ലകളെയും എടുത്തു നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓണസദ്യയാണ്. ഈ ഓണക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പലതരത്തിലുള്ള നല്ല മണങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരുപാട് പച്ചക്കറികളും ഒക്കെയായി ഓണച്ചന്തകളും ഇപ്പോൾ ഇവിടെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് SM സ്ട്രീറ്റ്. അതുപോലെ തന്നെ കൊച്ചിക്കാർക്കും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലം. അതാണ് ഈ ബ്രോഡ്വേയിലെ തിരക്കും ബഹളമൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓണമായതുകൊണ്ട് കൂടി ഇവിടെ ഓണച്ചന്തകളെല്ലാം വിപുലമായി തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും പലചരക്ക് സാധനങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ മനോഹരമായി അടുക്കും ചിട്ടയോടും കൂടി തന്നെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറി തൊട്ട സാധനങ്ങൾക്കെല്ലാം വില കൂടി നിൽക്കുന്ന കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നിലവിൽ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ വില സ്വല്പം ഒന്ന് കുറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ എങ്ങനെയൊക്കെയാണ് ഇവിടെ കച്ചവടമൊക്കെ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് നിലവിൽ ചേട്ടാ എന്താ നിലവിൽ എങ്ങനെയാണ് കച്ചവടമൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പേരൊക്കെ വരുന്നുണ്ടോ? പുതിയ മാർക്കറ്റും കൂടിയാണ്. പുതിയൊരു ഓണമാണ് ഞങ്ങളുടെ. അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞു വരുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഈ പറയുന്ന പച്ചക്കറിക്കൊക്കെ വളരെ കുറവാണ്. അത്ര സാധാരണക്കാർക്ക് വന്ന് മേടിച്ച് ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു ഓണം കൂടിയാണത്. അപ്പോൾ സാധാരണ ഈ തക്കാളിയൊക്കെ ഈ സമയത്തൊക്കെ ഭയങ്കര വില തന്നെ. പയർ ഇതൊക്കെ ഒരു 80 രൂപ 90 രൂപ പയർ ഇന്നിപ്പോൾ ഇവിടെ 40 രൂപ വിലക്കാണ് ഞങ്ങളുടെ വിൽക്കുന്നത്. അതുപോലെ തന്നെ പല ഐറ്റംസും 40-50 രൂപ വിലയൊക്കെ തന്നെ ഉള്ളൂ. വലിയ ഓണത്തിൻ്റെതായ വലിയ വിലകളൊന്നുമില്ല. സാധാരണക്കാർക്ക് ഈ ഓണം എന്തായാലും നല്ല രീതിയിൽ ആഘോഷിക്കാം. പൈസ കാലിയാകാതെ ആഘോഷിക്കാം. ചേട്ടാ പറയൂ, എങ്ങനെയാണോ എന്താണ് ഏറ്റവും കൂടുതൽ ചിലവായി പോകുന്നത് പച്ചക്കറികളിലൊക്കെ? പച്ചക്കറികളിൽ ഇപ്പോൾ ചിലവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അച്ചിങ്ങ ചിലവാകുന്നുണ്ട്, കിഴങ്ങ് ചിലവാകുന്നുണ്ട്, ക്യാരറ്റ് ചിലവാകുന്നുണ്ട്, ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ചിലവാകുന്നുണ്ട്. സാധനത്തിലൊക്കെ വളരെയധികം പൈസ കുറവെന്ന് വെച്ചാൽ ഭയങ്കര പൈസ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഓണത്തിന് അച്ചിങ്ങയ്ക്ക് 80 ആണെങ്കിൽ ഈ പ്രാവശ്യം അതിൻ്റെ പകുതി വില പോലും ഇല്ല. പച്ചക്കറി പൊതുവെ മൊത്തത്തിലെല്ലാം വില കുറവ് തന്നെയാണ്. ആര് വന്നാലും ഇപ്പോൾ എന്തായാലും ലാഭിഷായിട്ട് സാധനം മേടിച്ചിട്ട് പോകുന്നവർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കച്ചവടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഈ തിരക്ക് നോക്കണ്ട. ഇനി ഇപ്പോൾ എങ്ങനെ ഇത്ര ദിവസം ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വൈകുന്നേരം ഇപ്പോൾ ഇച്ചിരി ഇറക്കം വന്നു തുടങ്ങിയേക്കണം. ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും എന്നാണ് ഒരു പ്രതീക്ഷ. ഉത്രാടപ്പാച്ചിലൊന്നും ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ ആളുകൾ വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇനി ഇതൊന്നും തിരക്കെന്ന് പറഞ്ഞാൽ മുൻ മാർക്കറ്റ് ആദ്യം വെച്ച് നോക്കണമെങ്കിൽ ഇതൊന്നും തിരക്കല്ല. എന്ന് വെച്ചാൽ നിന്ന് തിരിയാൻ നമുക്ക് പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാകുന്ന മാർക്കറ്റിനകത്ത്. അപ്പോൾ അതൊക്കെ മാറിയല്ലോ, അതൊക്കെ മാറി. ഇപ്പോൾ ഇന്ന് തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങി എന്ന് ഒരു തോന്നണം. കാര്യം വെച്ചാൽ ഇനിയുണ്ട് 2 ദിവസം. ചൊവ്വയുണ്ട്, ബുധനുണ്ട്, വ്യാഴാഴ്ച ഉണ്ട്. ഈ 3 ദിവസങ്ങളിൽ തന്നെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ കച്ചവടക്കാർ ഒരു ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നിപ്പോൾ സാധാരണ പോലെ കച്ചവടം ഉള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ഉള്ള കച്ചവടങ്ങൾ കുറവാണ്. സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ കിറ്റുകൾ ഇതൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് ഈ എല്ലാവരും ജനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അതാണ് മെയിൻ. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഭയങ്കര ഓഫറാണ്. അപ്പോൾ അതൊക്കെ കാരണം ലുലു മാൾ പോലത്തെ വലിയ മാളുകളിലേക്ക് പോവുകയാണ്. പിന്നെ ഈ മാർക്കറ്റ് ഇപ്പോൾ പുതുക്കി പണിതിട്ട് രണ്ടാമത് സെറ്റിലായി വരണുള്ളൂ. 1 കൊല്ലം 2 കൊല്ലമൊക്കെ പിടിക്കും രണ്ടാമത് സെറ്റിലായി വരുന്നത്. 2 കിലോ 50, 1 കിലോ അച്ചിങ്ങ 20 രൂപ, 1 കിലോ അച്ചിങ്ങ 20 രൂപ. എങ്ങനെയാണ് ഇപ്പോൾ പച്ചക്കറിയൊക്കെ എങ്ങനെ ചിലവാകുന്നുണ്ടോ? സാധനങ്ങൾക്കൊക്കെ വില എങ്ങനെയാണ്? ഇല്ല, വില കുഴപ്പമില്ല. സാധനങ്ങൾ ഒരു ചിലവുണ്ട്. ഓണം തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. തിരക്കായി, ഓണത്തിനൊക്കെ തിരക്കായി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചോണ്ടിരിക്കണം. ഓക്കെ. ഡ്രസ്സൊക്കെ എടുത്ത് ഓണത്തിന്? ഡ്രസ്സൊക്കെ എടുത്ത്. എങ്ങനെയുണ്ട് ഓണച്ചന്തക്ക്? എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? എങ്ങനെയുണ്ട് സാധനം? ഒന്നുമില്ല, ഇപ്പോൾ തുടങ്ങാനുള്ള തിരക്ക് തുടങ്ങണം. ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയില്ലേ, ഇപ്പം വ്യാഴമൊക്കെ ആകുമ്പോൾ തിരക്ക് കൂടുന്നു കൂടിയൊക്കെ. ഓണമായതോടുകൂടി വില എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ളത് മറ്റൊരു സന്തോഷം. എന്തായാലും ഒരുപാടധികം സന്തോഷത്തോടു കൂടി എല്ലാവരും പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ചന്തകളും ഓണച്ചന്തകളും എല്ലാം ഇവിടെ വിപുലമായി സന്തോഷത്തോടെ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഒരു പൊന്നോണം തന്നെയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി വരവേൽക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.